കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പി ഡി സതീശൻ ഓരോ ദിവസവും പത്രസമ്മേളനത്തിലായാലും പൊതുവായിട്ടുള്ള പരിപാടികളിലായാലും പറയുന്ന കാര്യങ്ങളിൽ പലതും കളവായിട്ടാണ് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരു കളവ് പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്നു മുമ്പ്. ഇപ്പോഴ് സ്ഥാനം മാറിയിട്ടും ആ കളവ് പറയുന്നതിൽ ഒരു മാറ്റവും മുഖ്യമന്ത്രിയായിട്ടും വി ഡി സതീശൻ വരുത്തുന്നില്ല. അത് മുഖ്യമന്ത്രി പദത്തിന് തന്നെ ചേർന്ന ഒന്നല്ല എന്നാണ് ലളിതമായ ഭാഷയിൽ പറയാനുള്ളത്. ഇവിടെ നിതിൻ തന്നെ കുറേ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. ഇപ്പോഴും ഈ പ്രശ്നം സജീവമാവാനുള്ള കാരണം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ആ റിപ്പോർട്ട് അനുസരിച്ച് വി ഡി സതീശൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വി ഡി സതീശനെ കുറ്റവിമുക്തമാക്കുന്ന ഒരു പരസ്യ പ്രഖ്യാപനം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രിയെ വെള്ളപൂശി അവതരിപ്പിച്ചിരിക്കുക. ഇത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. സാധാരണ വിജിലൻസ് അന്വേഷണം നടന്നു, അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുത്തു. ഗവൺമെൻറ് ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കൊടുക്കുമ്പോഴേക്ക് തന്നെ വാർത്ത വരും, പത്രത്തിലൊക്കെ വാർത്ത വരും, ചാനലിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഈ കാര്യം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തും. ഇതാണ് സാധാരണയുള്ള നില. എന്നാൽ ഈ റിപ്പോർട്ട് കിട്ടിയ അന്ന് തന്നെ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു മന്ത്രി രമേശ് ചെന്നിത്തല പരസ്യമായി മുഖ്യമന്ത്രിയുടെ നേരെയുള്ള വിജിലൻസ് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന പോലെ തന്നെ കളവ് പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസും നിലവിലില്ല, എല്ലാ കേസും അവസാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസുണ്ട്. വിജിലൻസ് കേസ് മാത്രമേ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ആ കേസ് അങ്ങനെ അവസാനിപ്പിക്കാനാവുന്നതല്ല. ഹൈക്കോടതിയിലുള്ള കേസും അങ്ങനെ വേഗം അവസാനിക്കില്ല. കേസ് കൊടുത്തത് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ജില്ലാ സെക്രട്ടറിയാണ് യഥാർത്ഥത്തിൽ കേസ് നൽകുന്നത്. ഇതൊരു വലിയ തട്ടിപ്പാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ കേസിലേക്ക് പോകുന്നത്. ആ കേസ് നിലവിലുണ്ട്. മറ്റു ചില പൊതു താല്പര്യമുള്ള ചില ആളുകളും ആ കേസിൻ്റെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. ആ കേസ് നിലനിൽക്കുകയാണ്. അപ്പോൾ കേസ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അവസാനിപ്പിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നൊരു ചിത്രം, ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ യാദൃശ്ചികമായിട്ടാണെങ്കിലും അദ്ദേഹം ഒരു കാര്യം അഴിമതി വിരുദ്ധ
ക്യാമ്പയിൻ്റെ ഭാഗമായി തൊട്ട് തലേ ദിവസം, അതായത് ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വിജിലൻസ് വിസിൽ എന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരാണ് വിജിലൻസ് വിസിൽ. ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച് തൊട്ടടുത്ത ദിവസം അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വിജിലൻസ് വിസിൽ. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ വിജിലൻസ് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് നേരെ തെളിവില്ല, അതുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഈ വിജിലൻസ് വിസിൽ പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസമാണ്. യാതൊരു തെളിവുമില്ല എന്നാണത്രേ ഇപ്പോൾ പറയുന്നത്. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് നിങ്ങളോട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം നല്ല ധാരണയുള്ളവരാണ്. എല്ലാവരുടെയും മുമ്പിൽ കൃത്യമായ തെളിവുണ്ട്. ആ തെളിവെന്താ? വി.ഡി. സതീശൻ UK സന്ദർശിച്ചു. അതെല്ലാവർക്കും അറിയാം. അവിടെ പോയി ഒരു പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നാണ് അവർ ആദ്യം പറയുന്നത്. അല്ലെങ്കിൽ കളവാണല്ലോ അറിയാം. ഒരു പരിസ്ഥിതി സമ്മേളനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു സമ്മേളനത്തിൻ്റെ ക്ഷണം കിട്ടിപ്പോയതുമല്ല. മാത്രമല്ല, കേരളത്തിൻ്റെ MLA എന്ന നിലയിൽ പോകുമ്പോൾ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരം വാങ്ങണം. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരം വാങ്ങിയിട്ടില്ല. 2018 എന്ന് പറയുന്നത് പ്രളയത്തിൻ്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലെ കേരളത്തിൻ്റെ മന്ത്രിമാർ കേരളം അഭിമുഖീകരിച്ച ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് കേരളീയരെ മുക്തമാക്കുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ സഹായം നൽകാം, നിങ്ങളിങ്ങോട്ട് വന്നോ എന്ന് ഗവൺമെൻറ്റിന് കൃത്യമായി നിർദ്ദേശം കിട്ടിയിട്ടും ആ തുക വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് അനുവാദം വേണമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ദുരിതാശ്വാസ നിധി ശേഖരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് തരാം, 10-100 കോടി ഉറുപ്പിക തരാം എന്ന് വാഗ്ദാനം ചെയ്ത രാജ്യങ്ങളിലേക്ക് പോലും പോകാൻ അനുവാദം കൊടുത്തില്ല. അങ്ങനെ അനുവാദം കൊടുക്കാത്ത സന്ദർഭത്തിൽ 2018 ഈ പ്രളയ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഒരു MLA ആയ വി.ഡി. സതീശന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശത്ത് പോകാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടോ? ഇതൊരു വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഇനി കിട്ടിയെങ്കിൽ, അനുവാദം കിട്ടിയെങ്കിൽ ഇവർക്ക് ആർക്കും കിട്ടാത്ത ആനുകൂല്യം എന്തടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് നേതാവിന് ലഭിച്ചത്? ഞങ്ങളിപ്പോഴേ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് BJP ഡീല്.